പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം, താഴ്മയുള്ളവർക്ക് ദൈവം എന്തൊക്കെ ചെയ്യുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 22-ാം സങ്കീർത്തനം 26-ാമത്തെ വാക്യം, എളിയവർ തിന്നെ തൃപ്തരാകും, യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും, നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടെ ഇരിക്കട്ടെ. അതായത് എളിയവർ എന്നതിന് സൗമ്യത ഉള്ളവരെന്നും താഴ്മയുള്ളവരെന്നും അർത്ഥമുണ്ട്. അപ്പൊ എളിയവർ എന്ന വാക്കിന് സൗമ്യത ഉള്ളവർ, താഴ്മയുള്ളവർ എന്ന അർത്ഥമുണ്ട്. ദൈവം ആരെയാണ് അനുഗ്രഹിക്കുന്നത്? ആർക്കാണ് ദൈവം ആഗ്രഹിക്കുന്ന മേഖലകളിൽ നന്മകൾ കൊടുക്കുന്നത്? ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, സൗമ്യത ഉള്ളവർക്ക് ദൈവം തൃപ്തി കൊടുക്കുന്നു. ഈ വചനത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ നമ്മൾ വായിക്കുവാനിടയായി, എളിയവർ തിന്ന് തൃപ്തരാകും. അത് സൗമ്യത ഉള്ളവർ. യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു പറയുന്ന വാക്കിങ്ങനെയാണ്, സൗമ്യത ഉള്ളവർ ഭൂമിയെ അവകാശമാക്കും. അതായത് താഴ്മയുള്ളവർ ഭൂമി അവകാശമാക്കും, എളിയ ജനം ഭൂമി അവകാശമാക്കും. അപ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു ദൈവഭക്തന് അവകാശപ്പെട്ടതെല്ലാം തരുന്നത് ഉയരത്തിലെ ഉടയവനാണ്. ഒറ്റ കാര്യം, സൗമ്യതയും താഴ്മയോടും പിറുപിറുക്കാതെ ദൈവസന്നിധി വിശ്വസ്തയോടുകൂടെ ആയിരുന്നാൽ സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ നിനക്ക് അവകാശമായതെല്ലാം സ്വർഗത്തിലെ ദൈവം നൽകും. എന്നെ കേൾക്കുന്ന ആരോടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ദീർഘനാളുകൊണ്ട് നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാതിരുന്നപ്പോൾ നീ ദൈവത്തോട് പിറുപിറുക്കുന്ന ഒരു അനുഭവം. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു, നീ ദൈവസന്നിധിയിൽ സൗമ്യതയോടിരിക്കെ, താഴ്മയോടെ ഇരിക്കെ, പിറുപിറുക്കാതെ. ഈ ഭൂമി നിനക്ക് അവകാശമായതെല്ലാം തന്ന് തൃപ്തിയോടുകൂടെ നിന്നെ മാനിച്ച് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഒറ്റ കാര്യം, ദൈവസന്നിധി വിശ്വസ്തയോടെ ഇരുന്നാൽ മാത്രം മതി. ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ദൈവശബ്ദം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി താഴ്മയോടും വിനയത്തോടും സൗമ്യതയോടും ദൈവസന്നിധി ക്ഷമയോടുകൂടെ നീ ആയിരുന്നാൽ സർവശക്തനായ ദൈവം നിനക്ക് നൽകി തൃപ്തിയോടുകൂടെ, സംതൃപ്തിയോടുകൂടെ നിനക്ക് ആവശ്യമായതെല്ലാം ദൈവം തന്ന് ഒരു ശേഷിപ്പ് വരെ ദൈവം നിനക്ക് തരും. അതിന് ഉദാഹരണം, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ തൻ്റെ ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുമ്പോൾ യേശുവിനോടുകൂടെ 3 നാൾ ജനമായിരുന്നു. എന്നാൽ അവർ മാനുഷ്യപരമായ വിശപ്പ് പോലും അറിയാതെ ഉയരത്തുനിന്ന് ലഭിക്കുന്ന ആ ജീവന്റെ അപ്പം അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഉയരത്തുനിന്ന് ലഭിക്കുന്ന ജീവന്റെ വെള്ളം അവർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ ശരീരത്തിന്റെ വിശപ്പ് പോലും മറന്നുപോയി. പക്ഷെ അവർ മറന്നിട്ടും യേശു മനസ്സിലാക്കി ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിനെന്ന് ശിഷ്യന്മാരോട് നിർദ്ദേശിക്കുകയാണ്. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണ് കൊണ്ടാണ്. ജഡത്തിലാണ് നമ്മൾ വസിക്കുന്നത്. ഈ ശരീരം മണ്ണാണ്. അതുകൊണ്ട് ഈ ശരീരത്തിന് അതത് സമയത്ത് വിശപ്പുണ്ടാകും, ദാഹമുണ്ടാകും. ശരീരത്തിന് അതത് സമയത്തുള്ള എനർജി ആവശ്യമാണ്. ദൈവസന്നിധിയിൽ ദൈവീക പാദപീഠത്തിൽ ഇരിക്കുന്ന ഈ ദൈവജനത്തിന്റെ ശരീരത്തിൽ മേലുള്ള വിശപ്പ് സർവശക്തനായ ഉടയവനായ ദൈവം തിരിച്ചറിഞ്ഞിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, ഇത്രയും ജനത്തിന് ഭക്ഷിച്ച് പാനം ചെയ്ത് തൃപ്തിയായി കൊടുക്കത്തക്കവണ്ണമുള്ള ഭക്ഷണം ഞങ്ങളുടെ കരത്തിലില്ല. യേശു ചോദിച്ചു, നിങ്ങളുടെ കരത്തിൽ എന്തുണ്ട്? ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. യേശു പറഞ്ഞു, അതെന്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക.
പ്രിയ ദൈവമക്കളെ, അതിൽ നിന്ന് നമുക്ക് എന്തുവാണ് മനസ്സിലാകുന്നത്? അതിലൊരു ദൂത് പരിശുദ്ധാത്മ പറയുന്നുണ്ട്. നിന്റെ കരത്തിൽ എന്താണോ ഉള്ളത്, നീ അത് ദൈവത്തിന്റെ കരങ്ങൾ കൊടുത്തിട്ട് പറയണം, കർത്താവേ, എൻ്റെ കലവറയിൽ, എൻ്റെ ഉറവയിൽ ഇത്ര മാത്രമേ ഉള്ളൂ, പക്ഷെ അത് ഞാൻ നിന്റെ കരത്തിലേക്ക് തരുന്നു. നീ ഇതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു തരാൻ നിനക്ക് മാത്രമേ കഴിയൂ. പക്ഷെ നിനക്കത് കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കലവറകൾ നിറയും, വർധന ഉണ്ടാകും. തൃപ്തിയോടുകൂടെ നിങ്ങൾക്ക് ഭക്ഷിച്ച് പാനം ചെയ്ത് അത് ബാക്കി ശേഷിപ്പായി എടുക്കത്തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും. ആർക്കാണ് ദൈവം നന്മ കൊടുക്കുന്നത്? ആർക്കാണ് ദൈവം തൃപ്തിയോടുകൂടെ കൊടുത്തു മാനിക്കുന്നത്? സൗമ്യത ഉള്ളവർ, താഴ്മയുള്ളവർ, എളിയ ജനത്തിനും. ശിഷ്യന്മാർ ഈ 5 അപ്പവും 2 മീനും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ യേശു വാഴ്ത്തി പിതാവിന്റെ സന്നിധി കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇത് ജനത്തിന് കൊടുപ്പിൻ. അവർ കൊടുക്കും തോറും വർദ്ധിക്കുകയാണ്. 5 അപ്പവും 2 മീനും 5000 പേർ ഭക്ഷിച്ചു. പുരുഷന്മാർ, സ്ത്രീകളുടെയും കുട്ടികളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. ഇത്രയും ജനം കഴിച്ചു. ബാക്കി 12 കൂട്ട ബാക്കി ശേഷിപ്പായിട്ട് എടുക്കുകയാണ്. അതിനർത്ഥം ഈ ദൈവശബ്ദം കേൾക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഒരു പ്രവചന ദൂതായിട്ട് പറയുന്നു, നിനക്ക് എന്താണോ ആവശ്യം, നീ യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുക, യേശുവിന്റെ അടുക്കൽ നീ ഇരിക്കുക. ഈ ജനം 3 നാൾ യേശുവിന്റെ അടുക്കൽ ഇരുന്നപ്പോൾ ഇവരുടെ ശരീരത്തിന്റെ വിശപ്പ് വരെ, അകത്തെ ആത്മീയ മനുഷ്യന് അതുവരെ കർത്താവ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരത് കുടിച്ചും ധ്യാനിച്ചും ഇരുന്നപ്പോൾ ശരീരത്തിന്റെ വിശപ്പ് പോലും മറന്നുപോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ജനത്തിന്റെ ശരീരത്തിന്റെ വിശപ്പ് മനസ്സിലാക്കി ഇവർക്ക് തൃപ്തിയോടെ കഴിക്കാനുള്ള ഭക്ഷണം സ്വർഗത്തിലെ ദൈവം ഇവർക്ക് കൊടുത്ത് തൃപ്തിപ്പെട്ട് ബാക്കി 12 കൂട്ട ശേഷിപ്പായിട്ട് ശിഷ്യന്മാർ എടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സൗമ്യതയോടെ, പിറുപിറുക്കാതെ, താഴ്മയോടെ നീ ദൈവസന്നിധിയിൽ ദൈവീക കാര്യങ്ങൾക്ക് നീ 1-ാം സ്ഥാനം കൊടുത്താൽ നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും അടുത്ത ജനറേഷന് ആവശ്യമായതെല്ലാം സർവശക്തനായ ദൈവം തക്ക സമയത്ത് നിനക്ക് നൽകി തൃപ്തി വരുത്തുക മാത്രമല്ല, നിന്നിലൂടെ ഒരു ശേഷിപ്പ് ബാക്കിയെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും. ആർക്കാണ് തൃപ്തിയോടെ ദൈവം കൊടുക്കുന്നത്? സൗമ്യത ഉള്ളവർക്ക്, താഴ്മയുള്ളവർക്ക്, എളിയ ജനത്തിന്. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, ഒറ്റ കാര്യം, നീ ദൈവീക കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, ദൈവജനം ധ്യാനിക്കുവാൻ, ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുവാൻ, ദൈവസന്നിധിയിലിരുന്ന് വചനങ്ങൾ കേൾക്കുവാൻ, മറ്റെല്ലാ കാര്യങ്ങളെക്കാൾ ദൈവസന്നിധി വ്യക്തിപരമായി ഇരുന്ന് ദൈവത്തോട് നിന്റെ സങ്കടങ്ങൾ കരഞ്ഞും പ്രാർത്ഥിച്ചും സമർപ്പിക്കുവാൻ, സമയം പോകുന്നതറിയാതെ നീ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ താഴ്മയും സൗമ്യതയുമുള്ള ഒരു ദൈവഭക്തന് വേണ്ടി തൃപ്തിയോടെ കൊടുത്ത് മാനിക്കുന്ന സർവശക്തനായ ദൈവമാണ്. വരുന്ന 2026 ആണ്ടിൽ, ഈ ആണ്ടിൽ നീ എന്തിനെല്ലാം കരഞ്ഞു പോകും, ഏതു വിഷയത്തിനു വേണ്ടിയെല്ലാം നീ വിതച്ചു പോകും. 26 ആണ്ടിൽ അത് കൊയ്തെടുക്കുന്ന ആണ്ടുകളാണ്. കൊയ്യുക മാത്രമല്ല, ഒരു ശേഷിപ്പ് നിനക്കതിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഈ 2025 ആണ്ടിൽ നീ വിതച്ചത് കൊയ്തെടുക്കുന്നു, പക്ഷേ ഒരു ശേഷിപ്പായിട്ട് മാറ്റിവെക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വരുന്ന പുതിയ ആണ്ട് നീ വിതയ്ക്കുന്നതിനെ കൊയ്യുക മാത്രമല്ല, നീയും നിന്റെ തലമുറയും കഴിച്ച് തൃപ്തി വരുത്തുകയും അതുമാത്രമല്ല ഒരു ശേഷിപ്പായി നിനക്ക് ബാക്കിയെടുക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിന്നെയും നിന്റെ കരത്തെയും നിന്റെ ഭവനത്തെയും ഭവനത്തിലെ തൊട്ടിയെയും നിന്റെ മാവ് കുഴയ്ക്കുന്ന കലത്തെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയും ദൈവം അനുഗ്രഹിക്കും. ഒറ്റ കാര്യം, എളിയ ജനത്തെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. സൗമ്യതയോടെ
താഴ്മയോടെ നീ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, ദൈവീക കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ തൃപ്തിയോടെ നൽകി മാനിക്കുന്ന ദൈവമാണ്. അതുമാത്രമല്ല, ഒരു ശേഷിപ്പ് നിന്നിലൂടെ ബാക്കി വരാൻ പോവുകയാണ്. രണ്ടാമതായി, ദൈവം ഏതു മേഖലയിലുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്? ഒന്നാമതായി, താഴ്മയോടെ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ചെയ്യുന്നത് തൃപ്തി കൊടുക്കുകയാണ്, തൃപ്തിയോടെ കൊടുത്തു മാനിക്കുകയാണ്. അതാണല്ലോ നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചത്. താഴ്മയുള്ളവർക്ക് തൃപ്തി വരുത്തുന്നു. സങ്കീർത്തനം 22:26, അതായത് സങ്കീർത്തനം 40:16-17 വാക്യങ്ങളിൽ, നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് തൃപ്തി കൊടുക്കുക മാത്രമല്ല, അവർ ആനന്ദിച്ച് സന്തോഷിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവരെ മാനിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ നീ ദൈവസന്നിധിയിൽ താഴ്മയോടെ, വിനയത്തോടെ, സൗമ്യതയോടെ നീ ദൈവസന്നിധിയിലായിരുന്നാൽ ഉറപ്പായിട്ടും സർവശക്തനായ ദൈവം നിനക്ക് തൃപ്തിയോടെ നൽകി മാനിക്കുന്ന ദൈവമാണ്. മറ്റൊരു പോയിന്റ് കൂടെ ഞാൻ പറയട്ടെ. താഴ്മയുള്ളവർക്ക് ദൈവം ന്യായം നടത്തിക്കൊടുക്കും. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവായ യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഉപമകളിലൂടെ പഠിപ്പിക്കുകയാണ്. മടുത്തുപോകാതെ പ്രാർത്ഥിക്കുവാൻ. ഈ ഭൂമിയിൽ ഒരു ദൈവഭക്തന്, അതായത് ഒരു എളിയ ജനത്തിന്, സൗമ്യതയുള്ള, താഴ്മയുള്ള ഒരു ദൈവഭക്തന് ഭൂമിയിലായിരിക്കുമ്പോൾ ന്യായം ലഭിക്കേണ്ടത് ന്യായം ലഭിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ ഒറ്റ കാര്യം, നീ താഴ്മയോടും സൗമ്യതയോടും ദൈവസന്നിധി മുട്ടിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. ഉയരത്തിലെ ന്യായാധിപനായ ക്രിസ്തു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് ന്യായപാലനം ചെയ്ത്, അതായത് പ്രതിക്രിയ ചെയ്ത് നിന്നെ മാനിക്കും. മടുത്തുപോകാതെ പ്രാർത്ഥിക്കുവാൻ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ ഒരു പട്ടണത്തിൽ ഒരു വിധവയായ സഹോദരിയെക്കുറിച്ച് ഉപമയിലൂടെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ യേശു അവരോട് സംസാരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ഭൂമിയിൽ നിനക്കൊരു ന്യായം ലഭിക്കേണ്ട സ്ഥാനത്ത് ഏതെങ്കിലും ശത്രുക്കൾ നിനക്ക് കിട്ടേണ്ട ന്യായത്തെ മറച്ചു പിടിക്കുന്നുവെങ്കിൽ, തടഞ്ഞു വെക്കുന്നുവെങ്കിൽ, നീ മനുഷ്യന്റെ മുന്നിൽ മുട്ടേണ്ട ഒറ്റ കാര്യം, സ്വർഗത്തിലെ അപ്പായുടെ വാതിൽ നീ മുട്ടിക്കൊണ്ടിരിക്കെ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആർക്കും തുറന്ന് ന്യായം ചെയ്തു തരാൻ കഴിയാത്ത വിഷയം, സ്വർഗത്തിലെ ഉടയവനായ ദൈവം ദൈവസനെ സൗമ്യതയോടെ താഴ്മയോടെ ആയിരിക്കുന്ന ഒരു ഭക്തന് വേണ്ടി ആ വാതിൽ തുറന്ന് ന്യായം ചെയ്തു കൊടുക്കുന്ന അപ്പനാണ്. ആ സഹോദരി ആ പട്ടണത്തിൽ താമസിക്കുമ്പോൾ ആ സഹോദരിയെ ഉപദ്രവിക്കുന്ന ആരോ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമല്ലാത്ത ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നിട്ട് പോലും ഈ സഹോദരി ആ ന്യായാധിപനോട് ചെന്ന് ന്യായപാലനം ചെയ്തരുവാൻ താൻ നിരന്തരമായി മുട്ടുകയാണ്. പക്ഷേ മനസ്സുണ്ടായില്ല എന്നാണ് യേശു ഉപമയിലൂടെ, നമ്മൾ പ്രാർത്ഥനയിൽ മടുപ്പില്ലാതിരിക്കാൻ ഉപമയിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. പക്ഷെ ആ സഹോദരി മടുപ്പില്ലാതെ ചെന്ന് മുട്ടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ സഹോദരിക്ക് വിഷയത്തിൻ്റെ ന്യായപാലനം, അതായത് ന്യായം ചെയ്തു കൊടുക്കാനുള്ള ഒരു തീരുമാനമുണ്ടായി. ന്യായം ചെയ്തു കൊടുത്തു എന്നാണ് യേശു ആ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ യേശു ജനത്തെ, അതായത് ശിഷ്യന്മാരോട് സംസാരിക്കുന്നത്, നമ്മോട് സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, ഈ ഭൂമിയിൽ നിനക്ക് ഒരു ന്യായം ലഭിക്കുവാൻ തടസ്സമായിരിക്കുന്ന ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ നീ മനുഷ്യനോട് സങ്കടം പറയേണ്ട. നിന്നെ സൃഷ്ടിച്ചവനായ ഉടയവനായ ദൈവത്തോട് ഒരു നീതി ലഭിക്കുവാൻ, ന്യായം ലഭിക്കുവാൻ നീ മുട്ടിക്കൊണ്ടിരിക്കുക. സ്വർഗത്തിലെ ഉടയവനായ ദൈവം
നിനക്ക് വേണ്ടി വാതിൽ തുറന്ന് നീതി ചെയ്തു തരും. അതായത് നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം മടിപ്പില്ലാതെ. ആർക്കാണ് ദൈവം ന്യായം ചെയ്തു കൊടുക്കുന്നത്? താഴ്മയുള്ളവർക്ക്, സൗമ്യത ഉള്ളവർക്ക്, എളിയ ജനത്തിന്. വരുന്ന പുതുവർഷം 2026 ആണ്ടിൽ, ഈ 2025 ആണ്ടിൽ ഏതൊക്കെ വിഷയത്തിന് വേണ്ടി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ എന്തിനു വേണ്ടിയൊക്കെ കരഞ്ഞു? ഏതൊക്കെ വിഷയം നീ ഉപവസിച്ചോ? നിന്റെ തലമുറയുടെ വിഷയമായിരിക്കാം, കുടുംബനാഥന്റെ വിഷയമായിരിക്കാം, സാമ്പത്തിക വിഷയമായിരിക്കാം, ഏതു വിഷയത്തിനാകട്ടെ, നീ ദൈവസന്നിധി ഒരു നീതി കിട്ടുവാൻ, ന്യായം കിട്ടുവാൻ നീ കരഞ്ഞുവോ? ഉറപ്പായിട്ടും നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. വരുന്ന 26 ആണ്ടിൽ നീ ഈ വർഷം ദൈവസന്നിധിയിൽ വിതച്ചതെല്ലാം, കരഞ്ഞതെല്ലാം മറുപടിയായി സ്വർഗത്തിലെ ദൈവം നിനക്ക് നൽകി, ന്യായം നൽകി, നീതി നൽകി മാനിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ വിശ്വസിക്ക്. ഉറപ്പായിട്ടും നീ കരയുന്ന ഓരോ വിഷയങ്ങളിൽ, നീ ദൈവസന്നിധി സമർപ്പിച്ച് ഉപവസിക്കുന്ന ഓരോ വിഷയങ്ങളിൽ മനുഷ്യനിൽ നിന്ന് നിനക്ക് ന്യായം ലഭിച്ചിട്ടില്ലെങ്കിൽ, സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് നിന്റെ വിഷയങ്ങൾക്ക് ന്യായം ചെയ്ത് നീതി നടത്തി നിന്നെയും നിന്റെ വിഷയത്തിന്മേൽ, നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിന്മേൽ, നിന്റെ തലമുറയുടെ വിഷയത്തിന്മേൽ, ദൂരത്തും പലയിടങ്ങളിലിരുന്ന് എപ്പിസോഡ് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ജോലി മേഖലയിലുള്ള നിനക്കൊരു ന്യായം ലഭിക്കണമോ? വിദ്യാഭ്യാസത്തിന് നിനക്കൊരു ന്യായം ലഭിക്കണമോ? സാമ്പത്തിക വിഷയത്തിൽ നിനക്കൊരു ന്യായം ലഭിക്കണമോ? തലമുറയുടെ വിഷയം, ഏത് വിഷയമായിക്കൊള്ളട്ടെ, നീ ദൈവസന്നിധിയിൽ ഈ ആണ്ടുകൾ മുട്ടിക്കൊണ്ടിരുന്ന, അതായത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയത്തിൽ മനുഷ്യൻ നിനക്ക് നീതി ചെയ്ത് തന്നില്ലെങ്കിലും, നീതി ന്യായം ചെയ്തു തരുന്ന ഉയരത്തിലെ ഉടയവനായ ദൈവത്തോടാണ് നീ മുട്ടിയിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ഈ ആണ്ട് പരിഹരിക്കപ്പെടാത്ത പല വിഷയങ്ങളും പരിശുദ്ധാത്മാവ് ഒരു പ്രവചനമായി വിളിച്ചു പറയുന്നു. 2026 ആണ്ടിൽ നിനക്ക് ന്യായപാലം ചെയ്ത്, അതായത് ന്യായവും നീതിയും ഉയരത്തിലെ ദൈവം നൽകി നിന്നെ മാനിക്കുകയാണ്. ആർക്കാണ് ദൈവം ഇത് കൊടുക്കുന്നത്? സൗമ്യത ഉള്ളവർക്ക്, താഴ്മയുള്ളവർക്ക്, എളിയ ജനത്തിന്. അതാണ് ഗിരിപ്രഭാഷണത്തിൽ യേശു എടുത്തു പറഞ്ഞത്, സൗമ്യത ഉള്ളവർ ഭൂമിയെ അവകാശമാക്കും. സൗമ്യത ഉള്ളവർക്ക് സ്വർഗത്തിലെ ദൈവം തൃപ്തി തരുന്നു. തൃപ്തി തരിക മാത്രമല്ല, ഒരു ശേഷിപ്പായി ബാക്കി വയ്ക്കുവാൻ നൽകുന്നു. സൗമ്യതയുള്ളവർക്ക് ന്യായം നടത്തി കൊടുക്കുന്നു, നീതി നടത്തി കൊടുക്കുന്നു. അതുമാത്രമല്ല, അതിലൂടെ നീ ഭൂമിയിൽ പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാൻ പോവുകയാണ്. മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുക. നിന്റെ ഏത് വിഷയമായിക്കൊള്ളട്ടെ, ദൈവസന്നിധി കൊടുക്കുക. വരുന്ന പുതിയ വർഷങ്ങളിൽ ഈ വർഷം നീ വിതച്ചതെല്ലാം കൊയ്തെടുത്ത് ഒരു ശേഷിപ്പ് പോലെ അതിൻ്റെ നന്മയും അനുഗ്രഹങ്ങളും പ്രാപിക്കുകയാണ്. ഈ ദൈവശബ്ദം നിങ്ങൾ സ്വീകരിക്കുക, വിശ്വസിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ കരഞ്ഞ കണ്ണുനീരുകൾക്ക് മറുപടിയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടിയുണ്ട്. നിങ്ങൾ ഉപവസിച്ച വിഷയങ്ങൾക്ക് മറുപടിയുണ്ട്. നീതി വെളിപ്പെടാൻ പോവുകയാണ്, ന്യായം വെളിപ്പെടാൻ പോവുകയാണ്. കണ്ണുകളടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ ദൈവശബ്ദത്തിനായി നന്ദി. ശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി നന്ദി പറയുകയാണ്. ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട നന്മകൾ വരുന്ന ആണ്ടുകളിൽ വെളിപ്പെടട്ടെ. ഈ ആണ്ടുകൾ തന്നെ തുറക്കേണ്ടത് ഈ ആണ്ടുകൾ തുറക്കട്ടെ. തൃപ്തി ലഭിക്കട്ടെ, ന്യായം ലഭിക്കട്ടെ, നീതി ലഭിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം അപ്രകാരം ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം.
കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.